ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +2 എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിലുള്ള 5th ചാപ്റ്റർ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 5.2 ബാലൻസ്ഡ് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് അതിനെ പറ്റിയിട്ടാണ്. അതായത് ബഡ്ജറ്റ് 3 ടൈപ്സ് ഉണ്ട്. ആ 3 ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് ബാലൻസ്ഡ് ബഡ്ജറ്റ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ, അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, വരുമാനം ഈക്വൽ ടു ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ചെലവ്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. നമ്മുടെ വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുക, സർപ്ലസ് ആയിട്ട് നിൽക്കുക. അതിനെയാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ എത്തരത്തിലുള്ള ബഡ്ജറ്റാണ് ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? സർപ്ലസ് ബഡ്ജറ്റ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. അതായത് വരുമാനത്തിനേക്കാൾ താഴെ ചെലവ് വരുന്ന രീതിയിലാണ് നമ്മളുടെ ചെലവ് റെഡിയാക്കേണ്ടത്. ഓക്കെ. അതേസമയം രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രങ്ങൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കാനല്ല, രാജ്യത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകൾക്കും പൊതുവെ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആവാനാണ് സാധ്യത. കാരണം എപ്പോഴും ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ. എക്സ്പെൻഡിച്ചർ എപ്പോഴും എന്തിനേക്കാൾ കൂടുതലായിട്ടിരിക്കും? റവന്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം ഇതാണ് 3 തരത്തിലുള്ള ബഡ്ജറ്റ്. ദ ഗവൺമെൻറ് മേ സ്പെൻഡ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദ റവന്യൂ ഇറ്റ് കളക്ട്സ്. ദിസ് ഈസ് നോൺ ആസ് ബാലൻസ് ബഡ്ജറ്റ്. ഇഫ് ഇറ്റ് നീഡ്സ് ടു ഇൻകർ ഹയർ expenditure, it will have to raise the amount through taxes in order to keep the budget balanced. When tax collection exceeds the required expenditure, the budget is said to be surplus. However, the most common feature is the situation when the expenditure exceeds revenue. സാധാരണഗതിയിൽ ഏതൊരു ഗവൺമെൻറ് ബഡ്ജറ്റും ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആവാനാണ് സാധ്യത. കാരണം പലപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തുക നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത തുകയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത് മൂന്നും നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ബഡ്ജറ്റിന് 3 ടൈപ്സ് കാണിച്ചിട്ട് ഏതൊക്കെയാണ്? സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറും സെയിം ആണ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുതലാണ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അവിടെ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ എങ്കിലും ഷുവർ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നതാണ്. ഇനി ഡെഫിസിറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇത് ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ 3 ടൈപ്സ് ഡെഫിസിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. വെൻ എ ഗവൺമെൻറ് സ്പെൻഡ്സ് മോർ ദാൻ ഇറ്റ് കളക്ട്സ് ബൈ വേ ഓഫ് റവന്യൂ, ഇറ്റ് ഇൻകേഴ്സ് എ ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഗവൺമെൻറ് നമ്മുടെ കിട്ടിയ റവന്യൂവിനേക്കാൾ അതിന് ചെലവ് വരുന്ന സമയത്ത് അപ്പം നമുക്ക് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. ദർ ആർ വേരിയസ് മെഷേഴ്സ് ദാറ്റ് ക്യാപ്ചർ ഗവൺമെൻറ് ഡെഫിസിറ്റ് ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ ഇംപ്ലിക്കേഷൻ ഫോർ ദ ഇക്കോണമി. പലതരത്തിലുള്ള ഡെഫിസിറ്റ് മെഷേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എളുപ്പമാണ്. എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റിസീറ്റ്. അതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടീനായിട്ട് വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസ്, അതിൻ്റെ സോഷ്യൽ എക്കണോമിക്സ്, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറൊക്കെ കൂട്ടിയിട്ട് ആ എക്സ്പെൻഡിച്ചറിൽ നിന്നും റവന്യൂ റിസീറ്റ്, റൂട്ടീനായിട്ടുള്ള വരുമാനം, റവന്യൂ റിസീറ്റ്സ്, കറണ്ട് ഇയറിലുള്ള വരുമാനം മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് കണക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമുക്ക് അതേപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീറ്റും തന്നിട്ടുണ്ടാവും. അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്നും റവന്യൂ റിസീറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കാര്യമായിട്ട് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. കാരണം റവന്യൂ ഡെഫിസിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അന്നന്നത്തെ ചെലവ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്നാണ്.
അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. അപ്പം രാജ്യത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ്, ആ ചെലവ് വല്ലാതെ കൂടുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. അപ്പം റവന്യൂ ഡെഫിസിറ്റ് അധികം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കും. ഇതൊരു പ്രോബ്ലമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് നമുക്ക് വേറൊരു കണക്കായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ഇനി അടുത്തത് അതതിൻ്റെ പിന്നെ ആ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. അടുത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ റിസീറ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്. അതായത് രാജ്യത്തിൻ്റെ ആകെ ചെലവ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കൂട്ടിയിട്ടുണ്ടാവും? റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ടാവും. അപ്പം ആകെ ചെലവിൽ നിന്നും പിന്നെ ആകെ വരുമാനത്തിൽ കടമല്ലാത്ത വരുമാനങ്ങൾ, കടമല്ലാത്ത ക്യാപിറ്റൽ റിസീറ്റ്സ് കൂട്ടി, അതായത് റവന്യൂ റിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടീനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസീറ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റിസീറ്റ്. നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടമൊഴികെയുള്ള ബാക്കിയുള്ള റിസീറ്റുകളൊക്കെ, ബാക്കിയുള്ള വരവുകളൊക്കെ കൂട്ടുക. അപ്പം ബാക്കി എത്ര വരും എന്നുള്ളതാണ് ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റിസീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? വിച്ച് ആർ നോട്ട് ബോറോയിങ് ആൻഡ് ദെർഫോർ ഡു നോട്ട് ഗിവ് റൈസ് ടു ഡെറ്റ്. എക്സാമ്പിൾസ് ആർ റിക്കവറി ഓഫ് ലോൺസ്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും യൂണിയൻ ടെറിട്ടറീസിനൊക്കെ ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് തിരിച്ച് കിട്ടുന്നത്. ആൻഡ് ദ പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഓഫ് PSUs. PSUവിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഷെയറൊക്കെ വിറ്റ് കിട്ടുന്ന പണം. മനസ്സിലായില്ലേ? ഇതൊക്കെ പിന്നെ കൂട്ടിയിട്ടുള്ള റിസീറ്റ്സ് ആണ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറയുന്നത്. അതായത് കടം ഒഴികെയുള്ള ക്യാപിറ്റൽ റിസീറ്റ്സും റവന്യൂ റിസീറ്റ്സും കൂട്ടിയത് എന്തിൽ നിന്നും മൈനസ് ചെയ്യാം? ആകെയുള്ള ചെലവിൽ നിന്നും മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് കിട്ടും, എന്താണ് കിട്ടുക? രാജ്യം എത്ര കടം വാങ്ങേണ്ടതുണ്ട്, ബോറോയിങ് റിക്വയർമെൻറ്റ്സ് നമ്മൾക്ക് കിട്ടും. ഓക്കെ, എക്സാമ്പിൾ അത് പറഞ്ഞല്ലോ അല്ലേ. We can see that non-debt creating capital receipts equal 8.8% of the GDP obtained by subtracting borrowing and other liabilities from that. അത് ആ പ്രോബ്ലം വെച്ചിട്ട് അവർ പറയുന്നതാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ നോക്കണ്ട. പ്രോബ്ലം നമുക്ക് പ്രോബ്ലമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. The fiscal deficit will have to be financed through borrowing. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് രാജ്യത്തിൻ്റെ കടം എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഫൈനാൻസ് ചെയ്യണം? ബോറോയിങ്ങിലൂടെ, കടം വാങ്ങിയിട്ട് വേണം നമുക്കത് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ? ഈ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ എങ്ങനെയൊക്കെ കടം വാങ്ങാം? നെറ്റ് ബോറോയിങ് അറ്റ് ഹോം, നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഗവൺമെൻറ് കടം വാങ്ങുന്നത്. ബോറോയിങ് ഫ്രം RBIയിൽ നിന്നും കടം വാങ്ങിയിട്ട്. ബോറോയിങ് ഫ്രം എബ്രോഡ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഏജൻസീസിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട്, ഇൻ്റർനാഷണൽ ഏജൻസീസിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് വേണം ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെറ്റ് ബോറോയിങ് at home includes that directly borrowed from the public through debt instruments. For example, the various small savings schemes. നമ്മുടെ ജനങ്ങളുടെ സ്മോൾ സേവിങ് സ്കീംസ് ഒക്കെ ഉണ്ടല്ലോ, PF, അതേപോലത്തെ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ്, അതിൽ നിന്നൊക്കെ കടം വാങ്ങുന്നതാണ് ഈ ബോറോയിങ് അറ്റ് ഹോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻഡയറക്ട്ലി ഫ്രം ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വാങ്ങുന്നത്, അതായത് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൂട്ടിയിട്ട് ആ പണം നമ്മളിതിനു വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് എ കീ വേരിയബിൾ ഇൻ ജഡ്ജിങ് ദ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ പബ്ലിക് സെക്ടർ ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഇക്കോണമി. ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് ആ രാജ്യം എത്രത്തോളം ഫൈനാൻഷ്യൽ ഹെൽത്ത്, അതായത് സാമ്പത്തികമായിട്ട് ആരോഗ്യപരമാണ് എന്നുള്ളത് നോക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. From the way gross fiscal deficit is measured as given above, it can be seen that revenue deficit is a part of gross fiscal deficit. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തും കൂടി കൂട്ടുന്നതാണ്, അതിൽ റവന്യൂ ഡെഫിസിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. റവന്യൂ ഡെഫിസിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യും ഇതിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ. ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഡെഫിസിറ്റാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഇക്വേഷൻ അവർ വീണ്ടും ഇവിടെ എഴുതിയിരിക്കുകയാണ്. റവന്യൂ ഡെഫിസിറ്റ് പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് നോൺ
ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. എ ലാർജ് ഷെയർ ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് എ ലാർജ് പാർട്ട് ഓഫ് ദ ബോറോയിങ് ഈസ് ബീങ് യൂസ് ടു മീറ്റ് ഇറ്റ്സ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ നീഡ്സ് റാദർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു വലിയ ഭാഗം റവന്യൂ ഡെഫിസിറ്റ് ആണെങ്കിൽ അത് അത്ര നല്ല ഇൻഡിക്കേറ്റർ ഒന്നും അല്ല. കാരണം റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത്ര ഫൈനാൻഷ്യലി നല്ല ഇതല്ല. കാരണം നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നാണ്, നമ്മൾ കടം വാങ്ങിയിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ഒരു രാജ്യത്തിൻ്റെ ഉപഭോഗ ചെലവുകൾ നടത്തുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിന് കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കാതെ കടം വാങ്ങിയിട്ട് നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി. കാരണം ഓരോ രാജ്യം ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ കടത്തിൻ്റെ ഒക്കെ പലിശ എല്ലാ സമയത്തും അടയ്ക്കേണ്ടതുണ്ട്. പലിശ കൃത്യമായിട്ട് അടച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ കടം വാങ്ങിയ പൈസയിൽ നിന്നും പലിശ അടച്ചിട്ട് ബാക്കി എത്ര ഉണ്ട് എന്നുള്ളതാണ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്. പലിശയൊക്കെ കൊടുത്ത് തീർത്തിട്ട് ഇനി രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എത്ര ബാക്കി കയ്യിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി മസ്റ്റ് നോട്ട് ദാറ്റ് ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ് ഓൺ ദ അക്യുമുലേറ്റഡ് ഡെറ്റ്. ദ ഗോൾ ഓഫ് മെഷറിംഗ് പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ടു ഫോക്കസ് ഓൺ പ്രസൻറ്റ് ഫിസിക്കൽ ഇംബാലൻസസ് ടു ഒബ്റ്റെയിൻ ആൻ എസ്റ്റിമേറ്റ് ഓഫ് ബോറോയിങ് ഓൺ അക്കൗണ്ട് ഓഫ് കറൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് എക്സീഡിംഗ് റവന്യൂസ്. We need to calculate what has been called the primary deficit. It is simply the fiscal deficit minus interest payment. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പഠിക്കാൻ. ഈ ഇക്വേഷൻസ് പഠിച്ചേക്കുന്നത് വൺ വേർഡ് ആയിട്ടും ചോദിക്കും കേട്ടോ. ഈ ഇക്വേഷൻ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് കൺസിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് മൈനസ് ഇൻട്രസ്റ്റ് റിസീവ്സ് ബൈ ദ ഗവൺമെൻറ് ഓൺ നെറ്റ് ഡൊമസ്റ്റിക് ലെൻഡിങ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഇത്രയും ഭാഗമാണ് ഇതിലുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ടീച്ചർ ഇതിൻ്റെ ഒരു എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്താൽ നമ്മളുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാണുമ്പോൾ, വീഡിയോസ് കാണുന്ന സമയത്ത് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിൽ കുറേ വീഡിയോസ്, എക്കണോമിക്സ് തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, 100 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അതനുസരിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം താങ്ക് യു ഓൾ ഓഫ് യു. അപ്പോൾ ഇത്ര ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഞാനിത് എഴുതി ഉണ്ടാക്കിയതും കൂടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എഴുതിയത് ഇതാണ് ടീച്ചർ എഴുതി ഉണ്ടാക്കിയത്. ഇത് ഇതേപോലെ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റിസീറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്, മൈനസ് റവന്യൂ റിസീറ്റ് പ്ലസ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റിസീറ്റ്. ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഒന്നും കൂടി നമ്മൾ എഴുതുകയാണ് ഇക്വേഷൻ ഒന്നും കൂടി, ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്സ് ബോറോയിങ് റിക്വയർമെൻറ്റ് ഓഫ് ആൻ ഇക്കോണമി. ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ്, ഒന്നുകിൽ ബോറോയിങ് അറ്റ് ഹോം, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കടം വാങ്ങാം, ബോറോയിങ് ഫ്രം RBI ഓർ ബോറോയിങ് ഫ്രം എബ്രോഡ്. ഓക്കെ, ഇനി പ്രൈമറി ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. ഇത്രയും പഠിച്ചാൽ മതി ഈ ഭാഗത്തുനിന്ന്. ഇത്രയും ആയാൽ നമ്മുടെ ഈ ഡെഫിസിറ്റ്സിൻ്റെ മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ് ആവും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സാധനം കൂടി വരച്ച് വെച്ചത് അത് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അത് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും മതി. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു ഓൾ.